ടോണിച്ചാ ഈ റീൽസ് നോക്കിയേ. എന്താടാ എടാ, ഈ റീൽ ഞാനും കണ്ടായിരുന്നു. UK വൈറൽ വീഡിയോ, ഇന്ത്യൻ സ്റ്റുഡൻറ് ഡിമാൻഡ് £20 ആഫ്റ്റർ വൈപ്പിംഗ് കാർ സ്പാർക്സ് ഡിബേറ്റ് ഓൺ സ്ട്രഗിൾസ് അബ്രോഡ്. എടാ, UK ഇപ്പോൾ കയറിപ്പോകുന്ന പിള്ളേരുടെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെ. ഞാൻ പല പിള്ളേരുടെ പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ കുടുംബത്തിൽ കാശുണ്ടെങ്കിൽ മാത്രം കയറി പോവുക. വേറെ ഒന്നുമല്ല, ഇതണക്കുള്ള പിള്ളേരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ കുറച്ച് കാശൊക്കെ ലൈക്ക് വല്ലയിടത്തു നിന്ന് കടം മേടിച്ചോ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടോ ഇങ്ങനെ കയറിപ്പോകും. അവിടെ ചെന്നിട്ട് അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അവരുടെ കടം അടയ്ക്കണം, അവിടെ ചിലവ് നോക്കണം, അവരുടെ കുടുംബത്ത് കഴിക്കണം. സോ ഇത് കണക്കുള്ള സ്ട്രഗിളൊക്കെ വരാൻ നേരത്ത് അവിടെ മെയിൻലി അവിടുത്തെ ഇക്കോണമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ബൈ ഡേ ഇടിഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഇപ്പോൾ അവിടെ കയറിപ്പോയി ജോലിക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ജോലി കിട്ടത്തില്ല. ജോലി കിട്ടാത്തപ്പോൾ എന്ത് ചെയ്യും? ഇത് കണക്കുള്ള കാർ വാഷിങ്, ലൈക്ക് ഓട കഴുകൽ, അല്ലെങ്കിൽ വേസ്റ്റ് പറക്കാൻ പോല്, അത് കണക്കത്തെ ജോലിയൊക്കെ അവിടെ ചെയ്യേണ്ടി വരും. അവിടെ അത് ചെയ്തിട്ട് പോലും ആൾക്കാർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്ത് കാശുണ്ടെങ്കിൽ കയറിപ്പോയി അവിടെ പോയി പഠിച്ചിട്ട് ഒരു ജോലി നോക്കി കുടുംബക്കാരുടെ സപ്പോർട്ട് വേണം. അങ്ങനെയാണെങ്കിൽ മാത്രം UK പോവുക. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നു മോനെ, ഇതൊക്കെയാണ് അവസ്ഥ. പിന്നെ ഒരു കാര്യമുണ്ട്, നീ ഇപ്പോൾ എത്ര നാളായി ഇവിടെ വന്നിട്ട്? നീ നിന്റെ കുടുംബത്തെ നോക്കുന്നില്ലേ ദുബായിൽ? അത് ശരിയാണ്. അതാണ് പറയുന്നത്, ഒന്നെങ്കിൽ നാട്ടിൽ നിൽക്കുക, സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നല്ലൊരു ജോലിക്ക് പോകുക, അല്ലെങ്കിൽ ദുബായിൽ കയറി വരിക. ഒരു വിസ എടുക്കുന്നതിന് എന്ത് കാശാവും? ഇവിടെയൊക്കെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ മുടക്കിയാണ് പോകുന്നത്. ഇവിടെ വരുന്നതിന് എന്തോ കൂടിപ്പോയി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയായിരിക്കും മാക്സിമം. ഇവിടെ വരിക, ഫ്രം ദ സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്യുക, നല്ലൊരു ജോലിക്ക് കയറുക. ജോലിക്ക് കയറാൻ തന്നെ ഒരു CV ആയിട്ടങ്ങ് ഇറങ്ങുക, തുനിഞ്ഞ് ഈസി ആയിട്ട് ജോലി കിട്ടും. അല്ലാതെ വെറുതെ ഇത് കണക്കുള്ള UK പോയിട്ട് ഈ അവസ്ഥയെ കണ്ടിട്ടുണ്ടല്ലോ, വിഷമമാണ് വരുന്നത്. വേറെ എന്ത് പറയാനാണ്?